അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഏതാനും ചില വിഷയങ്ങൾ നമുക്കറിയാം. നമ്മളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഈ കാണുന്ന വ്യക്തി ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖ് സുൽത്താനുൽ ഉലമ AP ഉസ്താദ് എന്ന് പരിചയപ്പെടുന്ന ആള്, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്നും അറിയപ്പെടുന്ന ആള്. ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ചർച്ചകളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ വാട്സപ്പിന്റെ ഗ്രൂപ്പുകളിലും പിന്നെ അതുപോലുള്ള മറ്റുള്ള ചർച്ചാവേദിയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മരണ വീട്ടിലാണെങ്കിലും കല്യാണ വീട്ടിലാണെങ്കിലും ഒക്കെ ചർച്ച, വലിയ ചർച്ചകൾ. എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ കാന്തപുരം AP എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടാകുക AP ഉസ്താദിന്റെ വിരോധികളായിരിക്കും. പ്രാസ്ഥാനികപരമായി AP ഉസ്താദിനോട് വിരോധം കാണിക്കുന്നവരായിരിക്കും ആ നാമം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടാകുക എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ അത് AP ഉസ്താദിനെതിരെ പറയാനുള്ള അവസരമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കപ്പെടും. ഈ പാവ മനുഷ്യൻ നിങ്ങളോട് എന്താ ചെയ്തത്? ഒരു പക്ഷേ ഈ പറയുന്ന ആളുകൾ ഒരു പക്ഷെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. എന്നാലും അത് കാന്തപുരമാണ് ഗുരു എന്ന് പറഞ്ഞിട്ട്. നമുക്കറിയാം, ചില മക്കളൊക്കെ വികൃതി കാണിക്കുമ്പോൾ അവരുടെ പിതാക്കന്മാരെ പറയാറുണ്ട്. തന്തമാരെ ആക്ഷേപിക്കപ്പെടും. ഏതെങ്കിലും മക്കളൊക്കെ ആക്ഷേപിക്കുമ്പോൾ അവരുടെ തന്തമാരെ ആക്ഷേപിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പലപ്പോഴും നമ്മളെ കേരളീയ സമൂഹത്തിലും അറബ് ലോകത്തും ഞാനായി കണ്ടിട്ടുണ്ട്. അവരെ വാപ്പക്ക് വിളിക്കുക എന്നുള്ളത്. പക്ഷെ ഉസ്താദ്മാരെ വിളിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അങ്ങനെ വിളിക്കുക എന്ന് പറഞ്ഞത് ഞാൻ ഒരൊറ്റ വ്യക്തിയെ മാത്രമേ കേട്ടിട്ടുള്ളൂ, ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ മാത്രം. AP ഉസ്താദ് നടത്തുന്ന കോളേജിലെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഒരു കല്യാണ വീട്ടിൽ എന്തെങ്കിലും ഒന്ന് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ ഒന്ന് പിടുത്തം വിട്ട് പാടിക്കഴിഞ്ഞാൽ, നിങ്ങൾക്കൊക്കെ തിരിയുന്ന റുസ്തമോൾ എന്നുള്ള ഗാനം പാടിയതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കപ്പെട്ട വ്യക്തി AP ഉസ്താദാണ്. ഒരു ശിഷ്യൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ശിഷ്യന്റെ ബാബ ആക്ഷേപിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഈ ഉസ്താദിന് ഗുരുവിനെ ആക്ഷേപിക്കപ്പെടുക എന്നത് അത് AP ഉസ്താദിന് മാത്രമുള്ള ക്വാളിറ്റിയാണ്. പാട്ട് മാത്രമാണോ? അല്ല. മുമ്പൊക്കെ ആളെ കൊണ്ടുപോയി എന്തോ നഷ്ടത്തിന്റെ പേരിൽ മുങ്ങിയത് ഒരു സഖാഫി ആയതുകൊണ്ട് സഖാഫി ആയി എന്ന കാരണത്താൽ ആക്ഷേപിക്കപ്പെട്ടത് AP ഉസ്താദിനെ. അതും AP ഉസ്താദിന്റെ ക്വാളിറ്റിയാണ്. ഇനി ഉസ്താദിന്റെ ശിഷ്യന്മാര് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഏകദേശം ഈ ഒരു വേഷത്തിൽ നിൽക്കുന്ന ആരെങ്കിലും ഒരാളാണെങ്കിലും അത് ചില ആളുകളൊക്കെ അത് AP